ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവീളി കേട്ടല്ലോ. രക്ഷിതാവു സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവീളി കേട്ടല്ലോ. രക്ഷിതാവു സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീന്ന്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളേവർക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാണ്. ലെൻറ്റിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണല്ലോ. വളരെയധികം ദൂതുകൾ ഈ കാലയളവിൽ നാം ശ്രമിച്ചു കഴിഞ്ഞു. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു പുതുക്കത്തിന് കാരണമാകുന്നു എന്ന് ഞാൻ കരുതുകയാണ്, ആശിക്കുകയാണ്. ഇന്നെനിക്ക് ലണ്ടൻ തോട്ട്സ് ഷെയർ ചെയ്യുവാൻ ലഭിക്കുന്ന ഈ അവസരത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അസെൻഷൻ സീനിയർ സ്റ്റാർസ് ഭാരവാഹികളോടുള്ള നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അടയാളങ്ങളുടെ ആരംഭമായി യേശു കാനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിയ ആ അത്ഭുതം ലെൻറ്റ് കാലയളവിൽ ധ്യാനിക്കുവാൻ പറ്റിയ ഒരു ഭാഗമായിട്ട് ഞാൻ കരുതുകയാണ്. അതിനെ ആസ്പദമാക്കി ഒരു ചിന്ത മാത്രം ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രമുണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇനിയും ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ആ കൽപാത്രങ്ങളെ പറ്റിയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അവിടെ 6 കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ കൽപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നത് യഹൂദന്മാരുടെ ശുദ്ധീകരണത്തിനായിരുന്നു. ഒരതിഥി ഭവനത്തിൽ വരുമ്പോൾ ആ അതിഥിയുടെ കാലുകൾ കഴുകാൻ, അതുപോലെ ഭക്ഷണത്തിന് മുമ്പായും ഭക്ഷണത്തിന് ശേഷവും കൈകൾ കഴുകി വൃത്തിയാക്കാനൊക്കെ ആയിട്ട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ചു വെക്കുന്ന പതിവുണ്ടായിരുന്നു. യോഹന്നാൻ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുത, അവിടെ 6 കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. എന്തിനാണ് 6 എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്? കുറച്ച് കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോരായിരുന്നില്ലേ? എന്താണ് ഈ 6ന്റെ പ്രത്യേകത? അതിനൊരു പ്രത്യേകതയുണ്ട്. 6 അപര്യാപ്തതയെ കാണിക്കുന്നതാണ്. 7 എന്ന സംഖ്യ പെർഫെക്ഷനെ കാണിക്കുമ്പോൾ 6 എന്നത് ഇംപെർഫെക്ഷനെയാണ് അത് കാണിക്കുന്നത്. ഞാൻ അടുത്തയിടെ വായിച്ച ഒരു പുസ്തകമാണ് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ. കൽഭരണികൾ എന്നത് കാനാവിലെ വിവാഹ വിരുന്നിലെ കൽപാത്രങ്ങൾ തന്നെയാണ്. കാത്തലിക്സ് ഉപയോഗിക്കുന്ന ബൈബിളിൽ കൽഭരണികൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കമ്പിളിക്കണ്ടം എന്നത് ഇടുക്കി ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശമാണ്. കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ ബാബു അബ്രഹാം എന്ന കത്തോലിക്ക സഹോദരന്റെ ആത്മകഥ, ഓർമ്മക്കുറിപ്പുകളാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം. ഈ പുസ്തകത്തിന്റെ മുഖപുരയിൽ ഗ്രന്ഥകർത്താവ് ബാബു അബ്രഹാം എഴുതിയിരിക്കുന്നത്, തൻ്റെ മകന് അത്ഭുതം പ്രവർത്തിക്കാനാകുമെന്ന തികഞ്ഞ ബോധ്യമുണ്ടായിരുന്നത് അമ്മയ്ക്കായിരുന്നു. ആ ഉറപ്പോടെയാണ് അമ്മയും മറ്റ് കലവറക്കാരും ചേർന്ന് ആ കൽഭരണികളിൽ വെള്ളം കോരി നിറച്ചത്.
ആ കൽഭരണിയിലെ വെള്ളത്തെ വീര്യമേറിയ മുന്തിയ ഇനം വീഞ്ഞാക്കി മാറ്റുവാനും വരുന്നവർക്കെല്ലാം വിളമ്പുവാനും സാധിച്ചത് അമ്മ കൂടെ നിന്നതുകൊണ്ടാണ്. അമ്മ അവനിൽ വിശ്വസിച്ചതുകൊണ്ടുമാണ്. കമ്പളിക്കണ്ടത്തെ കൽഭരണികള് സാധ്യതകളുടെ വാതിലുകളെല്ലാം കൊട്ടി അടയ്ക്കപ്പെട്ടവരുടെ ജീവിതകഥയാണ്. നന്മകളോ വിജയങ്ങളോ എന്തിന് പ്രതീക്ഷകൾക്ക് തന്നെയോ വകയില്ലാതിരുന്ന കമ്പളിക്കണ്ടത്ത് വക്കുപൊട്ടി ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുമായിരുന്ന കൽഭരണികളെ തുടച്ചു വൃത്തിയാക്കി വെള്ളമൊഴിച്ചു വെച്ച ഒരമ്മയുടെ ജീവിതം. ഇവിടെ രണ്ടർത്ഥത്തിലാണ് ഗ്രന്ഥകർത്താവ് ഈ ഭാഗം വിശദീകരിക്കുന്നത്. ഒന്ന്, കാനാവിലെ കല്യാണ വിരുന്നിന്റെ പശ്ചാത്തലത്തിൽ യേശുവിന്റെ അമ്മ മറിയയും തമ്മിലുള്ള ബന്ധം ഈ വാക്കുകളിലെ നമുക്ക് കാണാം. അതുപോലെ ബാബുവും തൻ്റെ സ്വന്തം അമ്മയും തമ്മിലുള്ള ബന്ധവും ഈ വരികളിലുണ്ട്. എത്ര മനോഹരമായിട്ടാണ് ബാബു അബ്രഹാം ഈ വരികൾ എഴുതിയിരിക്കുന്നത്. ബാബു അബ്രഹാം ബാലനായിരുന്നപ്പോൾ കടന്നുപോയ വഴികളെ പറ്റി വായിക്കുമ്പോൾ അതാരുടെയും ചങ്ക് തുളച്ച് കയറുന്നതാണ്. ഒരു നേരത്തെ ആഹാരത്തിനായിട്ട് തൻ്റെ അമ്മ പാടുപെട്ട ദിനങ്ങൾ, അപമാനഭാരമേൽക്കേണ്ടി വന്ന ദിനങ്ങൾ, നിരാശയുടെ പടുകുഴിയിലായിരുന്ന ദിനങ്ങൾ, അമ്മയും മക്കളും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ച നടുക്കുന്ന ഓർമ്മകൾ, ഒറ്റപ്പെടലിൻ്റെ ദിനങ്ങൾ, ആ ഗ്രാമത്തിലെ ആശാൻ പള്ളിക്കൂടത്തിൽ തൻ്റെ കൂട്ടുകാരൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ തനിക്കതിന് സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് വിലപിച്ച ദിനങ്ങൾ, ഒരു ഗതിയുമില്ലാതെ തൻ്റെ അമ്മ ബാബുവിനെ ഒരു അനാഥാലയത്തിലാക്കുന്നുണ്ട്. അവിടെ ചോർന്നൊലിക്കുന്ന കുട്ടയിൽ അനാഥാലയത്തിൻ്റെ സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മാലിന്യം തലച്ചുമടായിട്ട് ചുമന്ന് സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കേണ്ടി വന്ന ദിനങ്ങൾ. ഇതൊക്കെ വായിക്കുമ്പോൾ അനേകർ ഇതുപോലെ കടന്നു പോകുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ദൈവം നമുക്കൊക്കെ തന്ന കൃപകളെ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ തീർച്ചയായിട്ടും നാവുകൾ പോരാ, അല്ലേ? ഇനി ബാബു അബ്രഹാമിലേക്ക് തിരിച്ചു വരാം. ഇന്ന് ബാബു അബ്രഹാം ഫ്രാൻസിലെ ഒരു പ്രശസ്ത യൂണിവേഴ്സിറ്റിയിൽ മാനേജ്മെന്റ് വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറാണ്. വിശ്വസിക്കാനാവുമോ? ബാബുവിൻ്റെ അക്കാഡമിക് ചരിത്രം നോക്കിയാൽ ബാബു അതിസമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. പ്രീ ഡിഗ്രി യൂണിവേഴ്സിറ്റി ലെവലിൽ റാങ്ക് ഹോൾഡർ. അതിനുശേഷം ഡൽഹിയിൽ ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജിയിലെ എം എ റാങ്ക് ഹോൾഡർ. അവിടെ നിന്ന് ഫ്രാൻസിലെത്തി MPhil, PhD ഇതൊക്കെ നേടിയെടുത്തു. ഫ്രഞ്ച് ലാംഗ്വേജ്, ഫ്രഞ്ച് ലിറ്ററേച്ചറിൽ മാസ്റ്റേഴ്സ് ഡിഗ്രികൾ എടുത്തു. ഇപ്പോൾ ഫ്രഞ്ച് യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസർ, അതിൻ്റെ കൂടെ മറ്റൊരു വിഷയത്തിൽ ഗവേഷണവും നടത്തുന്നുണ്ട്. ഇതെങ്ങനെ സാധിച്ചു? ബാബുവിൻ്റെ ഭാഷയിൽ കമ്പിളി കണ്ടത്ത് വക്ക് പൊട്ടി ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുമായിരുന്ന കൽഭരണിയെ തുടച്ച് വൃത്തിയാക്കി അത് മുന്തിയ വീഞ്ഞ് കൊണ്ട് നിറയ്ക്കുവാൻ ചില വ്യക്തിത്വങ്ങൾ മുഖാന്തരങ്ങളായിട്ട് മാറി. അതിനൊരു ചരിത്രമുണ്ട്, അത് ഞാൻ പറയാം. കുവൈറ്റിലുള്ള മർത്തമ സഭ പഠിക്കുവാൻ സാമർഥ്യമുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നു എന്ന വിവരം ബാബു മനസ്സിലാക്കി. അന്ന് ബാബു SSLC പാസ്സായി നിൽക്കുന്ന സമയമായിരുന്നു. ഈ സ്കോളർഷിപ്പിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുവാൻ ബാബു ഏറ്റവും അടുത്തുള്ള മർത്തോമപ്പള്ളി എവിടെ ഉണ്ട് എന്ന് തിരക്കുകയാണ്. അങ്ങനെ മൂന്നാർ മർത്തോമപ്പള്ളിയിലെ അച്ഛൻ വർഗീസ് അച്ഛനെ ചെന്ന് കാണുന്നു. കുവൈറ്റ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി. എങ്കിലും ബാബുവിനെ അച്ഛന് നിരാശനാക്കി വിടുവാനായിട്ട് തയ്യാറായില്ല. അച്ഛൻ ബാബുവിനെ അന്ന് മർത്തോമ സഭയുടെ കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷനായിരുന്ന അത്തനേഷ്യസ് തിരുമേനിയെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോയിൻമെൻറ്റും വാങ്ങിച്ചു കൊടുത്തു. സ്വന്തം കയ്യിൽ നിന്നും അച്ഛൻ നല്ല ഒരു തുകയും നൽകിയാണ് ബാബുവിനെ യാത്രയാക്കിയത്. ബാബു എഴുതിയിരിക്കുന്നത്, ആ അച്ഛനും കൊച്ചമ്മയും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും നിസ്വാർത്ഥരായ ആത്മീയ മനുഷ്യരാണ്. അവർ പ്രച്ഛന്ന വേഷങ്ങൾ ഒരിക്കലും അണിഞ്ഞിരുന്നില്ല. ഇനിയും അത്തനേഷ്യസ് തിരുമേനി എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നോക്കാം. ബാബു തിരുമേനിയെ മാങ്ങാനത്തുള്ള അരമനയിൽ പോയി കണ്ടു. തിരുമേനി അന്ന് രാത്രി പാതിരാ വരെ ബാബുവിൽ നിന്നും അവൻ്റെ ജീവിതകഥകള്, സ്വപ്നങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തു. അവസാനം തിരുമേനി ഒരു വാക്ക് കൊടുത്തു, ബാബു എത്ര വേണമെങ്കിലും പഠിച്ചു കൊള്ളുക, ഒരു സ്കോളർഷിപ്പ് പോലും ഇല്ലെങ്കിലും ഞാൻ ഇയാളെ നോക്കിക്കൊള്ളാം. ഇയാളുടെ സ്വപ്നങ്ങൾ തേടി പൊയ്ക്കൊള്ളൂ, ഞാൻ കൂടെയുണ്ട്, ദൈവത്തെ മുറുകെ പിടിച്ചുകൊള്ളാം. ഇനി മുമ്പോട്ടൊരു ജ്യേഷ്ഠനായി ഞാനുണ്ട് നിന്റെ ഒപ്പം. ബാബു ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് നീങ്ങി. ബാബു എഴുതിയിരിക്കുന്നത്, അത്തനേഷ്യസ് തിരുമേനി എനിക്ക് തന്ന ആ ഉറപ്പ് അദ്ദേഹത്തിൻ്റെ മരണം വരെ പാലിച്ചു.
എൻ്റെ തുടർന്നുള്ള എല്ലാ ഉയർച്ചകളിലും അദ്ദേഹം എനിക്ക് കൈത്താങ്ങായിരുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങളിൽ ഞാൻ തളർന്നപ്പോൾ അദ്ദേഹം എനിക്കൊരു ജ്യേഷ്ഠനായി, പിതാവും ചങ്ങാതിയുമായിട്ട് മാറി. കൽഭരണികളുടെ പ്രതീകത്തിൽ നിന്ന് ഞാൻ 2 ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിൽ എത്രയോ ഇതുപോലെ ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന കൽഭരണികളുണ്ട്. ബാബു അബ്രാമിനെ ആ അവസ്ഥയിൽ നിന്ന് കൈപിടിച്ച് കയറ്റുവാന് വർഗീസ് ജേക്കബ് അച്ഛനും അത്തനേഷ്യസ് തിരുമേനിയും മുഖാന്തരങ്ങളായെങ്കിൽ നാം ഓർക്കേണ്ടത്, ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും വ്യക്തികളായി, സഭയായി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കടപ്പെട്ടവരാണ്. ബോണോഫർ പറഞ്ഞിരിക്കുന്നത്, ചർച്ച് ഈസ് നോട്ട് എ ചർച്ച് ഇഫ് ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഫോർ അതേഴ്സ്. സഭ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അതൊരു സഭയാകത്തുള്ളൂ. നമ്മുടെ സുവിശേഷീകരണം പള്ളിയുടെ മതിൽക്കെട്ടിനുള്ളിൽ നിൽക്കേണ്ടതല്ല. ഈ സഭയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സഭാ നേതൃത്വം മാത്രമല്ല കേട്ടോ. നാം ഓരോരുത്തരും നാം ഓർക്കേണ്ടത്, ക്രിസ്തു എന്ന മൂലക്കല്ലിൽ പണിതിരിക്കുന്ന സഭയുടെ ഓരോ കല്ലുകളാണ് നമ്മളൊക്കെ. അത് നമ്മൾ മറക്കരുത്. ഇനി ഇതോടൊപ്പം തന്നെ ഒരു അനുബന്ധ ചിന്ത നാം ഓർക്കുക, നമുക്ക് ഒരു പക്ഷേ വാക്കുപൊട്ടി ഉപേക്ഷിക്കപ്പെടാവുന്ന കൽഭരണികളായേനെ പലരും നമ്മെ കൈപിടിച്ച് ഉയർത്തി, അല്ലേ? അത് നമ്മുടെ മാതാപിതാക്കള്, ഭാര്യ, കുടുംബം, വചനം പ്രാഗൽഭ്യത്തോട് നമുക്ക് ഉപദേശിച്ചു തന്നവര്, അധ്യാപകര്, നമ്മുടെ സ്നേഹിതര്, നമ്മെ സാമ്പത്തികമായിട്ട് സഹായിച്ചവരുമുണ്ടാകും. എല്ലാറ്റിനും ഉപരിയായി കൃപാലുവായ നമ്മുടെ ദൈവം. നാം അവരെയൊക്കെ ഒന്ന് ഓർക്കുവാന്, അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുവാന്, പ്രാർത്ഥിക്കുവാന്, ദൈവത്തിന് സ്തോത്രം ചെയ്യുവാന് കടപ്പെട്ടവരാണ്. ഇനി കൽഭരണി എന്ന പ്രതീകത്തിൽ നിന്ന് മറ്റൊരു ചിന്ത ഞാൻ പറഞ്ഞു. 6 എന്നത് ഒരു ഇംപെർഫെക്ഷൻ, അപര്യാപ്തതയെ കാണിക്കുന്നു. അതിനെ മുന്തിയ വീഞ്ഞ് നിറച്ച് പെർഫെക്റ്റ് ആക്കിയത് കർത്താവാണ്. ഒരുപക്ഷെ നാം ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ടവനാണ്, എന്നെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല, എൻ്റെ കുടുംബത്തിൽ ഞാൻ ഒരു അധികപ്പറ്റാണ്. പക്ഷെ കർത്താവ് പറയുന്നു, മകനെ, മകളെ, കടന്നു വാ, ഞാൻ നിന്നെ പൂർണ്ണതയുള്ളവളാക്കും. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഞാൻ അവൻ്റെ അടുക്കൽ ചെല്ലുമെന്ന കർത്താവ് പറഞ്ഞത്. വാതിൽ തുറന്നു കൊടുക്കുക, നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനുള്ള ഒരു മനസാന്തരത്തിൻ്റെ അനുഭവം അത്രമാത്രം മതി. നമ്മയൊക്കെ സ്വീകരിച്ച് പൂർണ്ണതയുള്ളവരാക്കുവാൻ കർത്താവ് തയ്യാറാണ്. കടന്നു വാ, യേശു നിന്നെ വിളിക്കുന്നു. നമ്മൾ ഇന്ന് കേട്ട ഗാനം, ഇന്ന് നീ ഒരിക്കൽ കൂടി അതിൻ്റെ 1-ാം ചരണം, എത്ര നാൾ വൃഥാവായി ഓടി മനുഷ്യ നിൻ ജീവിതം, ലോകത്തിൻ്റെ ഇമ്പം തേടി പാഴിലാക്കി ഈ വിധം. ഇന്ന് തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവെങ്കൽ നീ എന്ന്. അതിന് സർവശക്തനായ കർത്താവ് നാം ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. എത്ര നാൾ വൃഥാവായോടി മനുഷ്യാ നിൻ ജീവിതം, ലോകത്തിൻ്റെ ഇമ്പം തേടി പാഴിലാക്കി വീതം. എത്ര നാൾ വൃഥാവായോടി മനുഷ്യാ നിൻ ജീവിതം, ലോകത്തിൻ്റെ ഇമ്പം
തള്ളിടുമെന്നു ഒട്ടും വേണ്ട സംശയം. രക്ഷിതാവു നിന്നെ ഇന്നു സ്വന്തമാക്കി തീർത്തിടും. കൈക്കൊള്ളാതെ തള്ളിടുമെന്നു ഒട്ടും വേണ്ട സംശയം. രക്ഷിതാവു നിന്നെ ഇന്നു സ്വന്തമാക്കി തീർത്തിടും. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട.